സമരത്തിന്റെ ഭാഗമായി രാവിലെ 10:30 കാക്കനാട് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ 18ഓളം സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. വിഴിഞ്ഞം സമരത്തിന് പിന്തുണ അർപ്പിച്ച് കേരള കത്തോലിക്ക സഭ മുഴുവൻ ഒപ്പമുണ്ടെന്നും വിഴിഞ്ഞം സമരം പൊളിക്കുവാൻ പലരും ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലിക്കാപ്പള്ളി പറഞ്ഞു. വിഴിഞ്ഞം സമരമുഖത്തേക്ക് മറ്റൊരു സമരവുമായിട്ട് ചില ആളുകൾ വരികയുണ്ടായി. അവരുടെ മുദ്രാവാക്യങ്ങൾ വളരെ അപകടം പിടിച്ച മുദ്രാവാക്യങ്ങളായി. ഒരു വർഗീയ സ്പർദ്ധ ബോധപൂർവം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പോലീസ് ലാത്തിചാർജിലൂടെ സമരക്കാരെ അവിടുന്ന് കുടിയൊഴിപ്പിക്കുവാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് വേണം ആ സമരാഭാസത്തെ കാണാനായിട്ട്. വർഗീയമായ കണ്ണുകളോടുകൂടെ കണ്ടുകൊണ്ട് തകർത്ത് ഒരു പോലീസ് ലാത്തിചാർജിലൂടെ ഈ സമരത്തെ അടിച്ചൊതുക്കുവാനുള്ള ഒരു രാഷ്ട്രീയ കുതന്ത്രം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ന്യായമായും നമ്മളെ സംശയിക്കുകയാണ്. പാതിരിമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും കളിയാക്കിക്കൊണ്ടും മെത്രാന്മാരെ തേജോവധം ചെയ്തുകൊണ്ടും ഈ സമരത്തെ ഇല്ലാതാക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഭരിക്കുന്നവരുടെ മൗഢ്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പല രാഷ്ട്രീയ നേതാക്കന്മാരും ഈ സഭയുടെ അരമനകളിൽ കയറിയിറങ്ങാനായിട്ട് മടിക്കുന്നുണ്ട്. അവർക്ക് തലയിൽ മുണ്ടിട്ട് വരേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സമരം എത്രയും വേഗം തീരണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. വിഴിഞ്ഞം സമരത്തിന്റെ ജനകീയ പിന്തുണയ്ക്ക് മുന്നിൽ സർക്കാർ തലകുനിക്കേണ്ടി വരുമെന്നും ജനശക്തിക്ക് മുന്നിൽ തലകുനിക്കാത്ത ഭരണാധികാരികൾ ഒരു കാലത്തും ദീർഘകാലം ഭരിച്ചിട്ടില്ലെന്നും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനും ഗാന്ധിയനുമായ പ്രൊഫസർ MP മത്തായി ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ജനാധികാരത്തിനു മുന്നിൽ എല്ലാ ഭരണാധികാരികൾക്കും കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട്. വിഴിഞ്ഞം സമരം പരാജയപ്പെടാൻ വിധിക്കപ്പെട്ട സമരമാണെന്ന് ചിന്തിക്കുന്ന മൂഢസ്വർഗത്തിൽ വസിക്കുന്ന അധികാരികൾ പ്രതിരോധ സമരങ്ങളുടെ ശക്തി മനസ്സിലാക്കി ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനശക്തിയുടെ മുമ്പിൽ തലകുനിക്കാത്ത ഭരണാധിപന്മാർ ഒരു കാലത്തും ദീർഘകാലം ഭരിച്ചിട്ടില്ല. അവർക്ക് കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ന് എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള ധിക്കാരത്തിൽ ഇരിക്കുന്ന ഭരണാധികാരികൾ ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കാത്ത 1/3 പദ്ധതി തീർന്നപ്പോൾ തന്നെ ഇത്ര വലിയ ആപത്ത് ഈ നാട്ടിലെ പ്രകൃതിക്കും മനുഷ്യർക്കും ഉണ്ടാക്കും എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞ ഈ പദ്ധതിയിൽ നിന്ന് ഭരണകൂടം പിന്മാറണം. സർക്കാർ ഒരു കാര്യവും ചെയ്തിട്ടില്ലെന്നും ഈ സമരം ഒരു സൂചന മാത്രമാണെന്നും കേരള ജനത മുഴുവൻ ഈ സമരത്തിനൊപ്പമാണെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിഴിഞ്ഞ സമരത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് ഐക്യദാർഢ്യ സമിതി ജനറൽ കൺവീനർ ജോസഫ് ജൂഡ് ധർണയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കവേ പറഞ്ഞു. പരിഹരിക്കുന്നത് വരെ സമരം തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആളുകൾ, ഈ ജനം, ഇത് എല്ലാ 14 ജില്ലകളിലും ഈ സമരം നടക്കുകയാണ്. അതൊരു സൂചനയാണ്. ഈ കേരളത്തിന് മുഴുവൻ മനസാക്ഷിയും ഈ വിഴിഞ്ഞത്തെ ജനതയോടൊപ്പമാണ്. KRLCBC ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ, പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ, മത്സ്യത്തൊഴിലാളി ഐക്യവേദി പ്രസിഡന്റ് ചാൾസ് ജോർജ്, മൂലമ്പള്ളി കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ഫ്രാൻസിസ് കളത്തുങ്കൽ, KRLCC സെക്രട്ടറി PJ തോമസ്, മത സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ ഐക്യദാർഢ്യ ധർണയിൽ പങ്കെടുത്തു. കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും വിഴിഞ്ഞം സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇന്ന് ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കൊച്ചിയിൽ നിന്ന് സിയോൺ ജോസിനൊപ്പം അജീഷ് സാലു, ഷക്കീന ന്യൂസ്.